നമസ്കാരം. 2026 വിഷു ഫലം. കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ശനി 9 ഗോചരം ചെയ്യാണ്. ശനി 9 എന്ന് പറയുന്നത് ഇവർക്ക് നല്ലതാണ്, ഭാഗ്യസ്ഥാനത്താണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള വിഷു വർഷമൊക്കെ ഇവർക്ക് വളരെ മോശമായിരുന്നു. എങ്കിലും 2026 ഈ വിഷു വർഷം നിങ്ങൾക്ക് വിഷുഫലം അനുസരിച്ച് കുറച്ച് നേട്ടങ്ങളുടെ കാലയളവ് തന്നെയായിരിക്കും. ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനൊക്കെ യോഗം കാണുന്നുണ്ട്. നിങ്ങളുടെ അശ്രദ്ധ മൂലം പല അപകടങ്ങളും അതുപോലെ തന്നെ ദുർവ്യയങ്ങളും അനാവശ്യ ചെലവുകളൊക്കെ വന്നു ഭവിക്കാം. തൊഴിലെ സ്ഥാനഭ്രംശം, കുടുംബത്തിലെ കലഹങ്ങൾ, ചില തർക്കങ്ങൾ, ശത്രുക്കളും അസൂയാലുക്കളും നിങ്ങളെ ശല്യം ചെയ്യാനൊക്കെ അവസരം പാത്തിരിക്കുന്നതാണ്. ഗൃഹാരംഭ പ്രവർത്തനങ്ങൾ, വീട് പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹാരംഭ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വെക്കാനൊക്കെ സാധിക്കുന്നതാണ്. സന്താനങ്ങൾക്കും മാതാപിതാക്കന്മാർക്കൊക്കെ രോഗാരിഷ്ടതകളൊക്കെ വന്നുവിടാം. മാതാപിതാക്കളുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പണച്ചെലവുകളൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിലൊക്കെ നല്ല വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. അന്യദേശവാസം അതുപോലെ തന്നെ വിദേശവാസം ഇതിനൊക്കെ യോഗം കാണുന്നുണ്ട്. വിവാഹാദി മംഗള കർമ്മസിദ്ധികളൊക്കെ നടക്കുന്നതാണ്. വർഷത്തിന്റെ തുടക്കത്തിൽ കാര്യങ്ങൾ മന്ദഗതിയിലാണെങ്കിലും മധ്യത്തോടു കൂടി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ പര്യവസാനിക്കുന്നതാണ്. ധാരാളം സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടുമെങ്കിലും വ്യാഴത്തിന്റെ ഗോചരം, ജൂണിലെ വ്യാഴത്തിന്റെ നേട്ടം അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണഗണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതാണ്. ഭാഗ്യനേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ചിട്ടി ലോണുകളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതുമൊക്കെ ലഭിക്കുന്നതാണ്. മനസ്സുഖമുള്ള വാർത്തകളൊക്കെ കേൾക്കാനും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനോദുഃഖം മാറി മനസ്സിന് സന്തോഷം കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും ഈ 2026 വിഷു വർഷം. അനാവശ്യ ചെലവുകളൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ സാമ്പത്തിക പരാധീനത വരാതിരിക്കാൻ പ്രത്യേകം കഴിയുന്നതാണ്. വാഹനം അതുപോലെ തന്നെ വാഹനയോഗം, വാഹനം വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനം മാറ്റി വാങ്ങുന്ന സമയത്ത് എടുക്കുന്ന വാഹനം സെക്കൻഡ് ഹാൻഡ് വാഹനമാണെങ്കിൽ നല്ലതുപോലെ നോക്കി വാങ്ങിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉദരനേത്ര രോഗങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. പക്കപ്പിറന്നാളുകളിലും അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിലും ഒക്കെ വിഷ്ണു ക്ഷേത്ര ദർശനം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, മഹാദേവന് പിൻവിളക്ക്, അതുപോലെ കൂവളമാല അർച്ചന ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ദോഷപരിഹാരങ്ങൾക്ക് ഉത്തമമായിരിക്കും.